നമ്മുടെ ഈ ഒരു ചാനലിൽ IRTയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ലോങ് വീഡിയോസും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇതേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി പേഴ്സണലായിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്, വേറെയും ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത്തരം ഡൗട്ടുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡൗട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ആ ഡൗട്ടുകൾ എടുത്തിട്ട് അത് ക്ലിയർ ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ട് അതല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഒരു ജോബ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു നല്ല കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ചോദിക്കാവുന്നതാണ്. ഇതിലേറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IRTയെക്കാളും മികച്ച ഏതെങ്കിലും കോഴ്സുകൾ നിലവിലിപ്പോൾ ഇത്തരത്തിലുള്ള ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള, അതായത് എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ജോബ് കിട്ടാൻ പറ്റുന്ന ഏതെങ്കിലും വേറെ കോഴ്സുകൾ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നിലവിൽ ഒരുപാട് കോഴ്സുകൾ നിലവിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള എയർപോർട്ട് ജോബുകൾ കിട്ടാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഡിപ്ലോമ പ്രോഗ്രാംസ് വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് IRT അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് പറയുകയാണെങ്കിൽ, ശരിക്കും ഈ എയർപോർട്ടുകളിലെ അല്ലെങ്കിൽ എയർലൈൻസുകളുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഓപ്പറേഷൻസും അവരുടെ ഫെയർ കാര്യം, അതുപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് പരിപാടികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ IRT എന്ന് പറയുന്ന ഈ അസോസിയേഷനാണ്. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഘടന അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ നമ്മുടെ ലോകത്ത് ഇത്തരത്തിലുള്ള ട്രാവൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ എയർപോർട്ടുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷണൽസുകളെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് IRT പ്രോഗ്രാംസ്. അത് ഒരെണ്ണമല്ല, ഒരുപാട് പ്രോഗ്രാംസ് അവരുണ്ട്. ഏറ്റവും കൂടുതൽ 6 മന്ത് വരുന്ന പ്രോഗ്രാംസാണ്. ആ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എയർപോർട്ടുകളിലും, അതുപോലെ ഇനി എയർപോർട്ടുകളിൽ ജോബ് കിട്ടിയില്ലെങ്കിൽ IRT അപ്രൂവ് ചെയ്ത ട്രാവൽ ഏജൻസികളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ടൂർ കമ്പനികളിൽ വർക്ക് ചെയ്യാം. അങ്ങനെ പല മേഖലകളിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കതിൽ ജസ്റ്റ് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതായത് ഈ എയർലൈൻസിൻ്റെ എയർപോർട്ടുകളിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണോ, മറിച്ച് അതിന് വേറെ ഏതെങ്കിലുമൊക്കെ ഈ എഡ്യൂക്കേഷൻ കൗൺസിൽസ്, ഈ എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്ന സർട്ടിഫിക്കറ്റ് ആണോ നല്ലതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IRT എന്ന് പറയുന്നത് വേൾഡ് വൈഡ് അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിന് ലോകത്ത് എല്ലായിടത്തും വാല്യൂ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഈ ഒരു മേഖലയിലുള്ള ഒരു അറിവ് വെച്ചിട്ട് വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ IRTയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് അല്ലെങ്കിൽ IRTയുടെ കോഴ്സുകളാണ് നിലവിൽ ഇത്തരത്തിൽ എയർപോർട്ടുകളിലും അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസത്തിലൊക്കെ ഒരു നല്ല പ്രൊഫഷണൽ ഒരു ജോലിക്ക് ഏറ്റവും നല്ലത് ഈ ഒരു കോഴ്സ് പഠിക്കുക എന്നത് തന്നെയാണ്. അടുത്ത ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, +2 ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് +2 ശേഷം ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു 6 മന്ത് വരുന്ന, മാക്സിമം 6 മന്ത് വരുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം +2 ശേഷം എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ, നിങ്ങൾ ഒരു കാരണവശാലും +2 കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കോഴ്സ് എടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എയർപോർട്ടുകളിലൊക്കെ എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഒരു +2 ശേഷം നല്ലൊരു ഡിഗ്രി, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ഡിഗ്രി റെഗുലർ കോളേജിൽ നിന്ന്, ഡിസ്റ്റൻസ് ആയിട്ടുള്ള റെഗുലർ കോളേജിൽ പോയിട്ട് നിങ്ങളൊരു ഡിഗ്രി എടുക്കുക. അത് നോർമൽ BB ആവാം, BCom ആവാം, അതല്ലെങ്കിൽ BA ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ള ഒരു ഇതെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം, 6 മന്ത് ഡിപ്ലോമ പ്രോഗ്രാം IRTയുടെ ചെയ്യുക. അതാണ് കറക്റ്റായിട്ടുള്ള രീതി. പിന്നെ ആ 3 വർഷം അല്ലെങ്കിൽ ആ ഡിഗ്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. പിന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസും നിങ്ങൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് 6 മന്തിൻ്റെ ഈ IRT പ്രോഗ്രാം ചെയ്യുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എയർലൈൻസിൻ്റെയൊക്കെ സ്റ്റാഫായിട്ട് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ജോബുകളും കാര്യങ്ങളും കിട്ടി കരിയർ സെറ്റ് ആവുന്നതാണ്. അതല്ലാതെ ചാടി കയറി നിങ്ങൾ +2 ശേഷം ഈ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പരസ്യം കണ്ടിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ +2 ശേഷം ഇത് എടുത്തിട്ട് പിന്നെ അതിനുശേഷം ഡിസ്റ്റൻസ് ആയിട്ട് IGNOU പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നവരുണ്ട്. അതിൽ കുറേ ആളുകൾ സക്സസ് ആവുന്നുണ്ട്, കുറേ ആളുകൾ സക്സസ് ആവാതെ പോകുന്നുണ്ട്. പക്ഷേ അതല്ല, നിങ്ങൾക്ക് പ്രായമൊന്നും അധികം ആയിട്ടില്ലെങ്കിൽ ഈ രീതിയാണ് ഞാൻ മുന്നേ പറഞ്ഞ രീതിയാണ് ഏറ്റവും ബെറ്റർ. അടുത്ത ഒരു പ്രധാന ഡൗട്ട് എന്ന് പറയുന്നത്, IRT പഠിക്കാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഇതിനങ്ങനെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നില്ല. ഈ IRTയുടെ ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കാൻ ഏജ് ലിമിറ്റ് പറയുന്നില്ല. ഏതൊരാൾക്കും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ IRT പഠിച്ചു, നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയർലൈൻ്റെ സ്റ്റാഫായിട്ട് എയർപോർട്ടുകളിലൊക്കെ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, ഗ്രൗണ്ട് ഓപ്പറേഷനിലൊക്കെയാണ് താല്പര്യമെങ്കിൽ, നിങ്ങളൊരു 26 അല്ലെങ്കിൽ 27 വയസ്സിന് മുമ്പ് ഈ കോഴ്സ് പഠിച്ച് ജോലിയിൽ കയറേണ്ടതാണ്. കാരണം ഈ എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ പോലുള്ള വർക്കുകളിലേക്ക് ഈ പറയുന്ന 26-27 ആയിട്ടൊരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇത് ചെയ്യണം.
അതല്ല, മറിച്ച് ഇതേ അയാട്ട പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി മേഖലകളിൽ വർക്ക് ചെയ്യാമെന്ന് ഓൾറെഡി നമുക്കറിയാം. അതായത് ഇപ്പോൾ എയർലൈൻ്റെ സ്റ്റാഫായിട്ട് എയർപോർട്ടുകളിൽ വർക്ക് ചെയ്യാം, ട്രാവൽ ഏജൻസികളിൽ വർക്ക് ചെയ്യാം, ടൂർ കമ്പനികളിൽ വർക്ക് ചെയ്യാം, അങ്ങനെ പല ഡിഫറൻറ്റ് മേഖലകളിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലൊക്കെ അവിടെ ഈ എയർപോർട്ട് അല്ലെങ്കിൽ എയർലൈൻ്റെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അവിടെ അങ്ങനെ വലിയ ഇത് വരുന്നില്ല. ഇപ്പോൾ അയാട്ട് അംഗീകരിച്ച ട്രാവൽ ഏജൻസീസ് ഉണ്ട്, അവിടെ ഒന്നും ഏജ് ഇത് വരുന്നില്ല. ഇപ്പോഴൊക്കെ ഒരുപാട് ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് ട്രാവൽ മേഖലകളിലേക്ക് അവർ പോകുന്നുണ്ട്. ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ ആ ഒരു രീതിയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഏജ് ലിമിറ്റ് വരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ മാരേജിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കോഴ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ഒരു കോഴ്സ് അനുയോജ്യമായിട്ട് വരുന്ന ഒന്നാണ്. അതല്ല മറിച്ച് നിങ്ങൾ എയർപോർട്ടുകളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ 26 വയസ്സിന് മുമ്പ് നിങ്ങളിത് ചെയ്യേണ്ടതാണ്. അടുത്തൊരു പ്രധാന ഡൗട്ടായിട്ട് വരുന്നത് കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചാണ്. അതായത് ഈ അയാട്ടയുടെ മിക്ക കോഴ്സുകളും വരുന്നതെന്ന് പറയുന്നത് 6 മന്താണ്. 6 മന്ത് പ്രോഗ്രാമോട്, അതായത് എക്സാമോട് കൂടി 6 മന്ത് കൊണ്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഡിപ്ലോമ പ്രോഗ്രാംസാണ് വരുന്നത്. പിന്നെ ചില പ്രോഗ്രാംസ് 1 ഇയർ വരുന്നുണ്ട്. പക്ഷേ അത്തരം പ്രോഗ്രാംസ് ഒന്നും കേരളത്തിൽ ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. കേരളത്തിലത് ഇല്ല. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 6 മന്ത് പ്രോഗ്രാംസ് തന്നെയാണ് വരുന്നത്. മിക്കതും 6 മന്താണ് വരുന്നത്. പിന്നെ ചില സെൻറ്റേഴ്സ് ഇങ്ങനെ 1 ഇയർ റിലേറ്റൊക്കെ ഇത് അയാട്ടയുടെ 6 മന്ത് പ്രോഗ്രാം കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്തിട്ട് 1 ഇയർ ഒക്കെ ആയിട്ട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അയാട്ട ഓൾറെഡി 6 മന്ത് കഴിയും, പിന്നെ അവർ ആ ബാക്കിയുള്ള 6 മന്ത് പഠിപ്പിക്കുന്ന വേറൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ഇത് വലിയ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ജോബിക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതായത് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ അയാട്ടയുടെ 6 മന്ത് പ്രോഗ്രാംസ്, ഈ ഇപ്പോൾ ഫൗണ്ടേഷൻ, കൺസൾട്ടൻറ്റ് അങ്ങനെ പോലുള്ള ഏതെങ്കിലും ഒരു 6 മന്ത് പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ 1 ഇയർ പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഇതാണ്. അത് പഠിച്ചാലും വലിയ ബെനിഫിറ്റ് ഇല്ല. ആകെ ബെനിഫിറ്റ് കിട്ടുന്നത് അതായത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറച്ച് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമെന്ന് മാത്രമേ വരുന്നുള്ളൂ. അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്, എങ്ങനെയാണ് അപ്രൂവൽ ആയിട്ടുള്ള അയാട്ട സെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതൊരു വളരെ പ്രസക്തമായൊരു ഡൗട്ടാണ്. ഞാൻ ഇത്തരം ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന ആളുകൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇന്നിപ്പോൾ ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 100 കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ഇത് വരും. അതിൽ അയാട്ട് അപ്രൂവൽ ചെയ്തിട്ടുണ്ട്, അയാട്ട് അപ്രൂവൽ ചെയ്യാത്ത വേറെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് അയാട്ടയുടെ അപ്രൂവൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് സെൻറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നേരെ അയാട്ടയുടെ വെബ്സൈറ്റിൽ ചെല്ലുക, അതിൽ ഈ പറയുന്ന ഓതറൈസ്ഡ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നമ്മുടെ ലൊക്കേഷനും, അതായത് നമ്മുടെ കൺട്രി, അതുപോലെ തന്നെ സ്റ്റേറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ 14 ജില്ലയിലുമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അപ്രൂവൽ ചെയ്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ അയാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അയാട്ട് അപ്രൂവൽ ആയിട്ടുള്ള സെൻറ്ററിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അഡ്മിഷനുകൾ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡൗട്ടുകൾ വരുന്നത്. ഇതുപോലത്തെ വേറെ കുറച്ച് ഡൗട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കൂടി പോകും. ഒന്നാമത് ഞാൻ പറയുമ്പോൾ കുറച്ച് ലാഗായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൽ കുറച്ചും കൂടിയുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ബോണസ് പോയിന്റ് അതുപോലെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിലവിലിപ്പോൾ ഈ ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്ന ഒരിതാണ്. ഡേ ബൈ ഡേ ഈ പറയുന്ന ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓപ്പണിംഗ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിലൊരു ജോബ് പ്രതീക്ഷിക്കുമ്പോൾ, അതായത് ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ പോലുള്ള ജോബുകൾ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു സോഫ്റ്റ് സ്കിൽസൊക്കെ ആവശ്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതല്ലാതെ വേറെ സോഫ്റ്റ് സ്കിൽസ്, അത് പേഴ്സണാലിറ്റി, ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം മുമ്പ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ കോഴ്സ് പഠിച്ചിട്ട് ചില ആളുകൾ ജോലി ഇല്ലാതെ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാത്തതാണ്. അത് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ ഒരാളാണ്, നേരെ ഡിഗ്രി എടുക്കുക, ഡിഗ്രിക്ക് ശേഷം അങ്ങനെ ആ പ്രൊസീജിയർ വരാൻ ശ്രമിക്കുക. അതല്ലാതെ ചാടി കയറി +2 കഴിഞ്ഞ് ഡിപ്ലോമ ഇതുപോലത്തെ ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഡിഗ്രി അത് കഴിഞ്ഞിട്ട് ഈ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് മാർഗം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക്